വെൽക്കം ടു LKLS സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചാപ്റ്റർ 4 എക്സസൈസ് 4.2. അതിനകത്ത് 6th ക്വസ്റ്റ്യനാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചിട്ട് പോവാം. എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സ് എ സർട്ടൺ നമ്പർ ഓഫ് പോട്രി ആർട്ടിക്കിൾസ് ഇൻ എ ഡേ. കണ്ടോ, ഒരു ദിവസം എത്രയോ നമ്പർ ഓഫ് പോട്രി ആർട്ടിക്കിൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ അതിന് നമ്മൾക്ക് എക്സ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. ആൻഡ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ എന്താ മനസ്സിലായത്? ആ ഒരു ഡേയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഈച്ച് ആർട്ടിക്കിൾ ഉണ്ടല്ലേ, ഓരോ ആർട്ടിക്കിളും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ത്രീ മോർ ദാൻ ട്വൈസ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ. ഉണ്ടാവും 3 കൂടുതലുമാണ്. പിന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിൻ്റെ ട്വൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ട്വൈസും അതിൻ്റെ കൂടെ 3യും കൂടെ കൂടുതലായി അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? എത്രയോ നമ്പർ അവർ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ അവർ ഒബ്സർവ് ചെയ്തപ്പോൾ എന്താണ് ട്വൈസ്, ആ പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണോ അതിൻ്റെ ട്വൈസും അതിലൊരു 3ഉം കൂടി കൂടുകയായിരുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന്. ഇനി നോക്കിയേ, ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ദാറ്റ് ഡേ വാസ്, അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 90 റുപ്പീസ് ആയിരുന്നു എങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എത്ര ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തു, അതല്ല കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ എത്രയാണ്, ഓരോ ആർട്ടിക്കിളിൻ്റെയും വിലയും കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്താ എടുത്താൽ ലെറ്റ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ ബി എക്സ്. അത് എക്സ് ആയിട്ട് നമ്മളത് എടുത്തു അല്ലേ. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ഓൺ ദാറ്റ് ഡേ. ആ സമയത്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്വൈസ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ കാരണം 2x, അതിൻ്റെ കൂടെ 3 കൂടി എന്ന് പറഞ്ഞപ്പോൾ 2x + 3 എന്ന് നമ്മൾ എടുത്തു. ക്ലിയർ? ഇനി നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് നമ്മൾ ആ ഒരു ദിവസത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുത്ത് തന്നിട്ടുണ്ട്. 90 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഇക്വേഷൻ പോലെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ദാറ്റ് ഡേ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ. ആ ദിവസം പ്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിൾസ്, വിച്ച് മീൻസ് വാട്ട്? നമ്മൾ എടുത്തിരിക്കുന്നത് എന്തായിട്ടായിരുന്നു? എക്സ് ആയിട്ട്. ക്ലിയർ ആയില്ലേ? ഇൻ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിളിന്, ഓരോ ആർട്ടിക്കിളിൻ്റെയും അതിൽ ഓൺ ദാറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ആർട്ടിക്കിളിൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസിൻ്റെ ട്വൈസ് അതിൻ്റെ കൂടെ 3 കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെഴുതി ഇങ്ങനെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എക്സ് ഇൻറ്റു 2x + 3 ആണ് അവർ തന്നിട്ടുള്ള 90 റുപ്പീസ്. ക്ലിയർ ആയില്ലേ? സോ എക്സ് ഇൻറ്റു 2x + 3 ഈക്വൽ ടു ആണ് 90. അതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 30 ഐറ്റംസ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ വില ഇതിന് പകരം ഈ 2x + 3ക്ക് പകരം ഡയറക്റ്റായിട്ട് ഒരെണ്ണത്തിൻ്റെ വില 2 രൂപയാണെന്ന് വയ്ക്കുക, 2 റുപ്പീസാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 30 × 2 = 60. ഒരെണ്ണത്തിന് 2 റുപ്പീസ് വരുന്ന ഒരു സാധനം 30 എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ 30 × 2 = 60 ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എക്സ് ഇൻറ്റു 2x + 3 എന്ന് നമുക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി നോക്കിയേ, എക്സ് ഇൻറ്റു 2x എന്താ വരിക? 2x². എക്സ് ഇൻറ്റു 3x = 90. ഇനിയോ നമ്മളിതിനെ ഇപ്പുറേക്ക് കൊണ്ടുവരിക. 2x² + 3x ഇതിന് ഇപ്പറേ കൊണ്ടുവരുമ്പോൾ എന്തായത്? പോസിറ്റീവ് 90 ആണ്. ഇത് ഈക്വൽസ് അതിൻ്റെ അപ്പുറയാണ്. ഇപ്പറേ വരുമ്പോൾ അതെന്താവും? നെഗറ്റീവ് ആവും. സോ 2x + 3x - 90 = 0 ആയി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ടേമിലെ എക്സിൻ്റെ കോഫിഷ്യൻറ്റും ലാസ്റ്റ് ടേമും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് മെത്തേഡാണ് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -90 × 2 ചെയ്തപ്പോൾ നമുക്ക് എന്താ? 9 2s are 18. ദെൻ ഈ 0യും കൂടെ കൊടുത്താൽ പോരെ. അപ്പോൾ -180 കിട്ടി. ക്ലിയർ ആയല്ലോ? നമ്മൾക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തണം. ആ ഫാക്ടേഴ്സ് കണ്ടെത്താൻ വേണ്ടി ഇതേ 180നെ ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാം. കണ്ടോ, 9 2s are 18, പിന്നെ ഈ 0, ഇനിയോ 4 2s are 8 എടുത്തിട്ടുള്ളൂ. ബാക്കി 1, ആ 1 ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് എത്രയായി? 10 ആയി. സോ 5 2s are 10. ഇനി 3 അല്ലേ പോവുള്ളൂ, യൂണിറ്റ് പ്ലേസിൽ 5 അല്ലേ. സോ 1 × 3 3, ബാലൻസ് 1. ഹിയർ ആ 1 ഇങ്ങോട്ട് ചേർത്ത് വെച്ച് എത്രയായി? 15. സോ 3 5s are 15.
ഇനി നോക്കിയാൽ 3 ഇതിൽ പോയി ഇത്രയും, അപ്പോൾ 5 times 3 5 15. ക്ലിയർ ആയില്ലേ? സോ നമുക്കതെല്ലാം എടുത്തിവിടെ എഴുതാം. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കണം അല്ലേ? കാരണം 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. ആ 2 ടേംസ് തമ്മിൽ പ്ലസ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം ആയിട്ടുള്ള എവിടെയാത് 3x കിട്ടണം. കണ്ടോ? ഇവിടെ 180 കിട്ടണം. പിന്നെ ഇതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ ചെയ്ത് കഴിയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടണം? 3x കിട്ടണം. സോ അതേ രീതിയിൽ നമുക്കിതിനെ ചെയ്തെടുക്കണം. കണ്ടോ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് രണ്ടും ഒരു ഗ്രൂപ്പാക്കി, ഇത് മൂന്നും ഒരു ഗ്രൂപ്പാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ ആരെ കിട്ടില്ല? നമ്മുടെ മിഡിൽ ടേമിനെ കിട്ടില്ല. അപ്പോൾ അത് വരുന്നൊക്കെ രീതിയിൽ ഇതും കിട്ടണം, മിഡിൽ ടേമും കിട്ടണം. ആ രീതിയിൽ വേണം ഇതിനെ എടുക്കാൻ. ക്ലിയർ ആയാലോ? സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. 2 2s are 4, 4 2s are 12 into 3 5s are 15. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 180 ആണ്. ഇനി ഇത് തമ്മിൽ നമുക്ക് നോക്കാം 12xഉം 15xഉം. ഇത് എങ്ങനെ 3x ആകണം എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ നമുക്കറിയാമല്ലോ, സബ്ട്രാക്ട് ചെയ്ത് എന്താണെങ്കിലും എന്ത് വരും? 3x വരും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് എന്താണ്? ഇവിടെ എന്ത് 3x ആണ് കിടക്കുന്നത്? പോസിറ്റീവ് 3x ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് 3x തന്നെ വരണം. പിന്നെ മറ്റൊരു കാര്യം എന്താ? ഇവിടെ നെഗറ്റീവ് 180 ആണ്. സോ നമുക്കും നെഗറ്റീവ് 180 തന്നെയാണ് നമുക്കിവിടെ വരേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്ത് കൊടുക്കാം? നോക്കിയേ, ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ നെഗറ്റീവ് 12 ഇൻറ്റു പോസിറ്റീവ് 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് 180 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, നെഗറ്റീവ് 12 പ്ലസ് 15x എന്ന് പറഞ്ഞാൽ എന്തായാലും നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യും. സോ 3x. ഇപ്പോൾ നമ്മളുടെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലേ? കണ്ടു, ഇവിടെ 3x കിട്ടി, ഇവിടെ നെഗറ്റീവ് 180. അപ്പോൾ ഇതായിരിക്കും നമ്മളിപ്പോൾ എങ്ങനെ എഴുതു ഇതിനെ? ഇതെടുത്ത് അല്ലേ, നെഗറ്റീവ് 12x. ഈ 3നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയാണ്? നെഗറ്റീവ് 12x പ്ലസ് 15x ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. കണ്ടോ? ഇനി നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട് ഇവിടെ. 2x പ്ലസ് 3x മൈനസ് 90 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 3xനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2x സ്ക്വയർ ഈ മൈനസ് 12x ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, പ്ലസ് 15x. കണ്ടോ? ഇത് രണ്ടും കൂടെ ചെയ്താൽ 3x കിട്ടി. ഇനിയോ ഈ മൈനസ് 90 ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്തെടുക്കാം. സോ അതിനെ ഞാനിവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സെക്ഷൻ, ഇത് രണ്ടും ഒരു സെക്ഷനായിട്ട് നമ്മൾ എടുക്കുക. ഇനി നോക്കിയേ, ഇതിനെ ഇപ്പോൾ ഈ 2x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സാണ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഈ 12ൻ്റെ ഫാക്ടേഴ്സാണ് 6 ഇൻറ്റു 2 ഈക്വൽ ടു എന്താണ്? എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് കോമൺ ആയിട്ട് ഇതിലും 2x ഉണ്ട്, ഇതിലും 2x ഉണ്ട്. സോ അതിനെ നമുക്ക് പുറത്തെടുക്കാം അല്ലേ? ബാക്കിയുള്ളതിനെ രണ്ടുപേരെയും കൂടി എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്ത് ആക്കുക. ഇനി ഇവിടെ ചെയ്യുന്ന ഈ കിട്ടിയ ആൻസർ തന്നെയായിരിക്കും ഇപ്പുറവും ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് തന്നെ എടുത്തെഴുതാം. എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണം കേട്ടോ. എന്നിട്ട് നോക്കിയേ, ഇവിടെ കിടക്കുന്ന എന്താ? 15x. ഇവിടെ അപ്പോൾ 15 അല്ലേ വരേണ്ടത്? സോ 15 ഇൻറ്റു എക്സ് 15x. ഇനിയോ 15 ഇൻറ്റു -6 ആണ് 90. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. പിന്നെ ഇവിടെയും ഡിഫറെൻറ്റ് ആൻസേഴ്സ് ഒന്നും വരില്ല. എപ്പോഴും ഒരേ ആൻസർ തന്നെ അവിടെ വരുള്ളൂ. ഡിഫറെൻറ്റ് വന്നാൽ നമ്മൾ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്കാണെന്ന് അർത്ഥം. ഇനി നോക്കിയേ, x മൈനസ് 6, ഇവിടെയും x മൈനസ് 6 ആണല്ലേ? സോ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, x മൈനസ് 6. ദെൻ ബാക്കി 2x പ്ലസ് 15 അവരെയും ഒരു ബ്രാക്കറ്റിനകത്താക്കി വയ്ക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയല്ലോ, ഈക്വൽ ടു 0. ഇനി ഇതിനെ ഓരോന്നിനെയും ഇതുപോലെ എടുക്കുക അല്ലേ? x മൈനസ് 6 ഈക്വൽ ടു ഈ 0 കൊടുക്കുക, 2x പ്ലസ് 5 ഈക്വൽ ടു ഈ 0 കൊടുക്കുക. അപ്പോൾ നോക്കിയേ, x മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. സോ x ഇസ് ഈക്വൽ ടു ഈ 0യും ഇതിപ്പുറേക്ക് പോകുമ്പോൾ എന്തായി? പ്ലസ് 6 ആയല്ലോ. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ x ഇസ് ഈക്വൽ ടു 6. കണ്ടോ? എക്സിനൊരു വാല്യൂ ഇവിടെ കിട്ടി. എന്താണ് നമുക്ക് കിട്ടിയത്? 6 കിട്ടി. അതേപോലെ ഇതിനെ എടുത്തിവിടെ ചെയ്തു അല്ലേ? നോക്കിയേ, 2x പ്ലസ് 15 ഈക്വൽ ടു 0. സോ 2x ഇസ് ഈക്വൽ ടു എന്താണ്? ഈ 0 ഇത് ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ -15. സോ 2x ഇസ് ഈക്വൽ ടു -15. x ഇസ് ഈക്വൽ ടു -15/2 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇവിടെ നോക്കിക്കേ, സിൻസ് എക്സ് ഈസ് എ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ് അല്ലേ? എക്സ് എന്ന് നമ്മൾ എടുത്ത എന്താണ്? നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ആണല്ലോ. അപ്പോൾ അതൊരിക്കലും എന്താവാൻ പാടില്ല? നെഗറ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിതിനെ തൽക്കാലം എന്ത് ചെയ്യാം? മാറ്റി വയ്ക്കാം അല്ലേ? അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
സോ ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ ഈസ് എക്സ്. കണ്ടോ, സിക്സ് ആക്കി നമ്മൾ എടുത്തു. ഇനി നോക്കിയേ, ദ കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഓരോ ആർട്ടിക്കിളിൻ്റെയും കോസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു അവിടെ എടുത്തത്? 2x + 3 അല്ലേ? അപ്പോൾ അത് കണ്ടെത്താനായിട്ട് എന്തായാലും നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ 6 കിട്ടി. മറ്റേത് എടുത്തത് എങ്ങനെയായിരുന്നു? 2x + 3 ആയിരുന്നു. സോ 2 ഇൻറ്റു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ, 6 + 3. സോ 6 2s 12 + 3 = 15. അപ്പോൾ നമ്മുടെ പൈസയും മനസ്സിലായി അല്ലേ. ഒരെണ്ണത്തിന് എത്രയാണ്? 15 രൂപയാണ്. ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തത് എത്രയായിരുന്നു? 6 ആയിരുന്നു അല്ലേ. ഇപ്പോൾ അവർ അന്ന് പറഞ്ഞത് എന്തായിരുന്നു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഡേ ഇഫ് ഇറ്റ് ഈസ് 90 rupees, ഇഫ് ഇറ്റ് വാസ് 90 rupees എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 15 ഇൻറ്റു ഈ 6 ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 6 5s 30, ബാലൻസ് 3, 1 ഇൻറ്റു 6 + 3 90. കണ്ടോ, ക്വസ്റ്റ്യനിൽ കൊടുത്ത അതേ തന്നെ കിട്ടിയില്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? വളരെ വളരെ കറക്റ്റാണെന്ന് അർത്ഥം. ഓക്കെ, സോ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. LS സ്റ്റാർസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.